പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ നീ മുത്തുമാല വേണ്ടി. അങ്ങനെ ഞങ്ങൾ വയനാട് എത്തിയപ്പോൾ മഴയും വയനാടെത്തി. ഇനി എന്താ? അല്ല, പേമാരി. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാകുമ്പോ കേറുമ്പോ തുടങ്ങി അനൗൺസ്മെന്റ്. ഷോപ്പിംഗ് എന്തായി? കഴിഞ്ഞ അങ്ങനെ പോയി. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോ ഉള്ളത് വയനാട്ടിലെ വീട്ടിലാണ്. രാവിലെ എണിച്ചപ്പാട് നമുക്ക് മുട്ടയും പാലും കൊണ്ട് തുടങ്ങും. അപ്പൊ അത് നമുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. 1 2 3 5 മുട്ട, 4 5 5 മുട്ട. ഫോണൊന്നില്ലേ? ഫോണായി ഉണ്ടാവും എന്ന് വിശ്വസിച്ചു. ഓറു കെട്ടുമ്പോൾ ഒഴിച്ചോളി. ചായ അല്ല, പുറത്തത്തെ കാഴ്ചയാണ് കാണുന്നത്. അപ്പുറം കുണ്ടാണ്, അങ്ങോട്ട് അങ്ങനെ വലിയ കുണ്ടല്ല, ഒരു അത്യാവശ്യമുള്ള. ഇതിങ്ങനെ തട്ട് തട്ടായി പോകുന്നു. പക്ഷെ ആടുന്ന് നോക്കുമ്പില്ലേ കൊണ്ടുപോകും. ഒരു നല്ല പീച്ചൊക്കെ പീച്ച. അയ്യോ, എന്തായി പാല് തളിച്ചാ? പാല് തളിച്ചു. ഇനി പാല് കുടിക്കാം. മുട്ട മുട്ടയും തളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പാലും മുട്ടയും വേണല്ലേ? അറിയുന്നുണ്ടോ? അങ്ങനെ പാലും മുട്ടയും റെഡി ആയിട്ടുണ്ട്. ഷെഫീഖ് കിച്ചൺ ഹെൽത്തി ഫുഡിലേക്ക് വിത്തൗട്ട് ഷുഗർ മിൽക്കും പിന്നെ മുട്ടയും എല്ലാവർക്കും നിർബന്ധമാണ്. മുട്ട തിന്നാത്താക്ക് ഇന്നത്തെ ട്രിപ്പിൽ വേറൊന്നുമില്ല. നമ്മളിപ്പോൾ ഇന്നലെ ഇവിടെ നല്ല ഗംഭീരമായിട്ട് സ്റ്റേ ചെയ്ത് ഇനി നേരാകുമ്പോൾ പോകുന്നത് മടിക്കേരി സുള്ളിയാഴി നാട്ടിലേക്കാണ്. ഫോറസ്റ്റ് റൂട്ടിലെ കൂടിയിട്ടുള്ളൊരു യാത്രയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സ്റ്റേ? അല്ലേ, അടിപൊളി ഉണ്ടായിരുന്നല്ലേ? ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച വീട്. ഇന്നലെ നമ്മൾ ഫുള്ള് ഉള്ളെല്ലാം കാണിച്ചല്ലോ. ഇനി ബാക്കി പുറം ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം. എന്താണ് നല്ല അടിപൊളി ഏരിയയും നല്ല സൗകര്യമുണ്ട്. ഇവിടെ കാർ പാർക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം, അതേപോലെ തന്നെ ചെറിയൊരു ഗാർഡനിങ് ഉണ്ടല്ലോ. നല്ല ഇരുന്ന് ഫോട്ടോ എടുക്കാനും ഒന്ന് വൈബെല്ലാം ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. അതേപോലെ ഒരു ഹാങ്ങിങ്സ് ഉണ്ട്, ഊഞ്ഞാലുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ കണ്ട ഇവിടെ ഒരു തടാകമുണ്ട്. നല്ലൊരു ഇറക്കമാണ് ഇവിടെ. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ തടാകെല്ലാം കാണാം. ഗെയ്സ്, അപ്പോൾ ഇവിടെ കാര്യമായ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് മുമ്പിട്ട് ഹോട്ടൽ കണ്ടു. ഹോട്ടൽ കണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ മാത്രമേ പൊറോട്ട ഗൈസ്, നല്ല ബീഫ് ഫ്രൈ, നല്ല വെന്തൊടിഞ്ഞ് ബീഫ് ഫ്രൈ ആക്കിയത്. പൊറോട്ടയ്ക്ക് വെയിറ്റിംഗ് ആണ്. ഇത് പൊറോട്ട വന്നിട്ട് വേണം ഒന്ന് അടിക്കാൻ വേണ്ടി. സെറ്റ് പൊളിതാണ്. പൊറോട്ട ഉച്ച കഴിഞ്ഞു. പൊറോട്ടയും ബീഫ് ഫ്രൈയും വെള്ളിയാഴ്ച സെറ്റ്. മീൻ കറിയല്ല, മീൻ കറി. ഞങ്ങളെങ്ങനെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. സ്റ്റുഡിയോയിലേക്ക് കയറി പോവുകയാണ്.
ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ 12 മണിയാകുമ്പോൾ തന്നെ ഇപ്പം നേരെ ഞാൻ പള്ളിയിൽ പോയി ഒരു സ്റ്റുഡിയോയിലേക്ക് പർച്ചേസിന് പോയി. എന്തായി സ്റ്റുഡിയോയിൽ പർച്ചേസിന് പോയിട്ട് എന്തായി? നല്ലുണ്ട്, എല്ലാം എടുത്തിട്ട് വന്നു, സാധനം എടുത്തില്ല നല്ല. ഓക്കെ, അങ്ങനെ അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞ് ഇനി നേരെ മാനന്തവാടി വഴി പോവാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ഫോറസ്റ്റ് റോഡിൽ കയറിയിട്ടുണ്ട്. നല്ല രസമുള്ള ഏരിയ ആണ്. അപ്പോൾ ഇനി കാടിൻ്റെ കാഴ്ചകൾ കണ്ട് നമുക്ക് ആസ്വദിച്ച് പോകാം. എപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം, പ്ലേസ് നല്ലുണ്ടോ? എന്താണ് ഇത് ഈ ഒരു സ്ഥലം കാണുമ്പോൾ എന്ത് ഫീലാണ് വരുന്നത്? ഭയമോ റൊമാൻറ്റിക്കോ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ റൊമാൻറ്റിക്, കാട്ടില് റൊമാൻറ്റിക്കോ? ആനയോട്. ഇവിടെ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റിലുള്ള ഇടാണ്ടോ വൈൽഡ് ആനിമൽ ക്രോസിംഗ് സോൺ. അല്ല, ഇങ്ങോട്ടേക്ക് കണ്ടം കിടക്കുന്ന ധൈര്യം പോകും. പേടിയാ, നീ പോ. ഫോൺ റെഡിയാക്കി വെച്ചു, ഏത് സമയത്തും പേടിയാന്ന് പോയേ. രണ്ട് മനുഷ്യന്മാരുടെ ഷൂർ എന്തെങ്കിലും ധൈര്യത്തിലിട്ട് നിൽക്കുന്ന തന്നെ ആൾക്കാർ. ആദിവാസികൾ ആനനെ കാണുമ്പോ അങ്ങോട്ട് പഠിപ്പിക്കും. ഗൈസ്, ആനനെ കണ്ടു ഗൈസ്. ആന രണ്ടാനുണ്ട്, രണ്ടാന. എന്താ കണ്ടാ? പോവാ. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആനനെ കണ്ട് അവിടെ കണ്ട നാടുണ്ട് കാണിച്ചേരാ. അയ്യതാ രണ്ടാന പുല്ലുന്നുണ്ട്. രണ്ടിട്ടാകുമ്പോൾ എല്ലാവരും അതിനെ കാണാൻ വേണ്ടി കുറേ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. എൻസാ ആന. ഹലോ ഗൈസ്, ആടിനെ കണ്ടു ഗൈസ്. ആടിനെ കാണുന്നില്ല, ആടിനെ കണ്ടു. ആനനെ കാണുന്നില്ല, കണ്ടു. നീ കണ്ടിട്ടേ? കണ്ടിന് നിന്നെ പോലെ കാണാൻ അടിപൊളി ഏരിയ, അടിപൊളി പോയിന്റ് ഫീൽഡ് എടുത്ത നല്ല വേണ്ടോ. ഫോറസ്റ്റ് വാച്ചിങ് ഓരിങ്ങനെ അതിന്റെ മുകളിൽ കയറി നോക്കലിങ്ങനെ. നമ്മൾ ഇപ്പോൾ ഉള്ളത് തോൽപ്പട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. ഇവിടെ മഞ്ചാക്കുള്ളിൽ പോകണമെങ്കിൽ 2500 രൂപ. പക്ഷേ ഇന്നത്തെ ബാച്ച് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ കുറേ ആനകളെ കണ്ടുകൊണ്ട് പ്രശ്നമില്ല. ഇതേകൂടി പോയി കഴിഞ്ഞാൽ ഇവരുന്ന സ്പെഷ്യൽ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ മൃഗത്തിനെല്ലാം കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ആക്ടിവിറ്റി. ഡിഫറെൻറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോട്ടോയിൽ എടുത്ത് തന്നൊരു ഫോട്ടോ. വരുമ്പോൾ എന്തിനല്ല കണ്ടത്? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തിനാ? എൻജാനൊക്കെ എടുത്തിട്ടവിടെ എൻ്റെ അമ്പു. ആ ശുഭന്യ വീഡിയോ എടുക്കുന്നേ, മനസ്സിലായാ? നമ്മ വീഡിയോ എടുക്കുന്നേ. നിങ്ങളങ്ങനെല്ലാം പറയുന്നോണ്ട് നോക്ക് ചൊടി വരുന്നത്. അല്ല എഞ്ചോ കാട്ടിൽ പോയ വണ്ടിയെല്ലാം വന്ന് ഇങ്ങനത്തെ വണ്ടിയിലാണ് പോലെ. എന്താക്കണ്ടില്ലെങ്കില് മാനന്തവാടി ബസ്
അതാ പശു ആനന്റെ അനിയൻ. ഗൈസ് എന്ത് രസമായിരുന്നു. ഞാൻ എത്ര റൂട്ട് പോകുന്നെങ്കിലും മറക്കാത്ത വഴിയാണിതല്ലേ. മൊത്തം ഫോറസ്റ്റ്. എൻസാക്ക് കാണിക്ക് കായ് കൊടുക്കുന്നാന്ന്. ഓർമ്മയുണ്ടാ ഇതേ കൂടിയിട്ട് പോകുമ്പോ ഒരു ഓട്ടോറിക്ഷക്കാരന് പറപ്പിച്ചോട്ട് പോകുന്നുണ്ട്. ഗൈസ് നമ്മളിപ്പോ കോണിക്കപ്പ എത്തുന്നുണ്ട്. കോണിക്കപ്പ നമ്മളെ കേരളത്തിലെ റോഡുകളിൽ ഇപ്പോൾ എല്ലാ ഉൾ റോഡാണ്, നല്ല രസമുണ്ട്. പക്ഷെ കർണാടകയിൽ ഉൾ റോഡ് അത്ര ഒരു ഉഷാറില്ല. ഒരു ഡ്രൈവിംഗ് കൾച്ചറൊന്നും ഒരു ഇത്ര പോരാ. നമ്മൾ കേരളത്തിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് കൾച്ചർ കർണാടകത്തിലില്ല തോന്നുന്നു. എനിക്കൊരു ഫീലായിരുന്നു. ഇപ്പം നമ്മൾ ഇവിടെ നടന്നെങ്കിലും ചാടിക്കാനാണ് പ്ലാൻ. ടോണ് കാണിച്ചാണ് ഗോണിക്കപ്പ. മൈസൂർ റോഡ് പോകാനാണ് മൈസൂർ റോഡ്. നമ്മൾ നേരത്തെ മെയിൻ റോഡിലേക്ക് കയറുമ്പോഴേക്ക് പെട്ടെന്നൊരു ജീപ്പ് വന്നു. ആ ജീപ്പ് ബാക്കിലുണ്ട്. കുറച്ച് തേയിലം വിളിച്ച് ചങ്ങായി. പിന്നെ ഒരു സംസ്കാരമാണ് എന്ത് ചെയ്തു. അങ്ങോട്ടേക്ക് സ്പീഡിൽ വന്നിട്ട് നമ്മൾ ക്രോസ് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നും വണ്ടിയില്ല. നമ്മളെ വണ്ടി വന്നിട്ട് കണ്ടിട്ടും സ്പീഡിൽ വന്നിട്ട് ഒരു ബ്രേക്ക് പിടിക്കും. നേരെ ഇങ്ങോട്ട് തിരിക്കുമ്പോക്കില്ലേ ആ ജീപ്പ് വന്നിട്ട് പെട്ടെന്ന് ഇതായതാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഓർക്ക് കാണില്ലേ ഞമ്മടെ തിരിക്കുന്നത്. ശ്രദ്ധിക്കണം, റോഡ് എല്ലാവർക്കും ഉള്ളതല്ലേ. ഒരു വണ്ടി കയറി കഴിഞ്ഞിട്ടായിട്ട് പിന്നെ സ്പീഡിൽ വരുന്നവർ പാങ്ങില്ല. എന്തായി മടിക്കേരി ഒരു സ്ഥലത്ത് ചായ പിടിക്കാൻ വേണ്ടി കയറി. ഗൈസ് നമ്മൾ കല്ലങ്കണ്ടി ചായ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വെച്ച് ഫുഡാണ്. എങ്ങനെയുണ്ട് ചായ? സൂപ്പറല്ലേ. ഒരു ബുക്ക് പോലത്തെ മെനു തന്നെ കൊണ്ടത്. ഒന്ന് ചായ ഫസ്റ്റ് തന്നെ പറഞ്ഞു. അതിന് ശേഷം മസാല ദോശ, വെജ് ഫ്രൈഡ് റൈസ്, ചായ സൂപ്പർ, നല്ല ചായ. മസാല ദോശ എത്തിയിരിക്കുന്നു. ഫ്രൈഡ് റൈസ് ഞാൻ കഴിക്കാം, നിങ്ങൾക്ക് കുറച്ച് തരാം. നിങ്ങൾ കുറച്ച് മസാല ദോശ തന്നാണ്. മസാല ദോശ എപ്പടി ഇருக்கு? നല്ലുണ്ടോ? ഫ്രൈഡ് റൈസ് എത്തിയിരിക്കുന്നു. മസാല ദോശ. എന്ത് ഫ്രൈ? ഗോബി ചില്ലിയാണ്. നല്ല സെറ്റ് ഫുഡ്. അപ്പോൾ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞിപ്പോൾ നേരെ പുരക്കേക്ക് വിടാൻ നിൽക്കുന്നതാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 70 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് ഒരു 1 മണിക്കൂറിൻ്റെ മേലെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ വേറെ എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. രാത്രിത്തെ ഫുഡും കഴിഞ്ഞെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ, യാത്രാ വീഡിയോ വിശേഷങ്ങൾ. ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ ഹെൻസ ബേബി ആയിട്ട് ഫസ്റ്റ് ടൈമുള്ളൊരു ട്രിപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഒന്നും കാണാം. അപ്പോൾ എല്ലാവരോടും ചോദിച്ചു നോക്കുക എന്താണ് അഭിപ്രായം എന്നുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര, ട്രിപ്പ്? അടിപൊളി. എല്ലാം എൻജോയ് ചെയ്ത്. ഫുഡ് അടിപൊളി ഫുഡ്. മൊത്തത്തിൽ യാത്രയെ കുറിച്ചിട്ടുള്ളൊരു അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് പോയിട്ട് വരാൻ. ഫുഡെല്ലാം നല്ല
സുല്യത്തിന് കുറച്ച് മുമ്പുണ്ട്. ഇനിയിപ്പോൾ ഒരു 70 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഒരു 11:10 എത്തി. ഇപ്പോൾ ഏകദേശം 9:30 ആയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പോൾ അല്ലേ?